ഇന്നാണ് കേട്ടോ ഈ ഒരു ദിവസം നമ്മളെ യാസിൻ എന്ന് പറഞ്ഞ ചേട്ടന് വേണ്ടിയിട്ട് നമ്മളെ പയ്യോളി മൊത്തം കൈകോർക്കുന്ന ദിവസം. ഒരാഴ്ച മുന്നേ ഞാൻ പയ്യോളി ടൗണിൽ നിന്ന് ചായ കുടിക്കുന്നേരാന്ന് പോസ്റ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ വളണ്ടിയേഴ്സ് ഇങ്ങനെ ഓരോ പീടിയെ കയറി ഇറങ്ങുന്ന കണ്ടേ. അന്ന് എനിക്കും കിട്ടിയിട്ടൊരു പോസ്റ്റർ അന്ന് വായിച്ചു നോക്കി. പിന്നെ ഈ ഒരു വളണ്ടിയേഴ്സിൽ നമുക്ക് അറിയുന്ന കുറച്ച് ഏട്ടന്മാർ കൂടിയുണ്ട്. ഓരിനെ പറ്റി കൂടുതലായിട്ട് പറഞ്ഞു തരികയും ചെയ്ത് അന്നേ വിചാരിച്ചതാ ഈ ഒരു കാര്യത്തിൽ നമ്മളെ കൊണ്ടാകുന്നത് എന്താണെങ്കിലും ചെയ്യണം എന്ന്. നമ്മളെ നാട്ടിലുള്ള ഓരോരുത്തർക്കും ഇങ്ങനെ സൂക്കേടൊക്കെ വന്നാൽ ഇങ്ങനെ അവർക്ക് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി പിരിവെടുക്കുന്നതും ഇങ്ങനെ ഫുഡ് ചലഞ്ച് നടത്തുന്നതും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടേ. പക്ഷേ ഇത് പിന്നെ പുറത്തുള്ളൊരു വേറൊരു സംസ്ഥാനത്തുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ആദ്യമായിട്ട് കേട്ടോ കാണുന്നേ. അപ്പോൾ ഒരുപാട് നമ്മളെ പയ്യോളിക്കാരി എന്നുള്ള രീതിയിൽ ഒരുപാട് സന്തോഷവും അഭിമാനമൊക്കെ തോന്നിയിട്ടോ. അന്നേ വിചാരിച്ചതാ ഈ ഒരു ദിവസം എന്ത് തന്നെയായാലും നമ്മളെ കൊണ്ടാകുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. നമ്മളെ കൊണ്ട് വലിയ രീതിയിൽ സാമ്പത്തികമായിട്ടൊന്നും സഹായിക്കാൻ പറ്റില്ലെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സഹായമൊക്കെ നമുക്കും ചെയ്യാമല്ലോ. അങ്ങനെ വന്നതാട്ടോ. ഉച്ചക്ക് ഞാനും സൗമ്യയും കൂടി കേട്ടോ വന്നു നോക്കുന്നേരം അവിടെ പാർസൽ ബിരിയാണി കൊടുക്കേണ്ട തിരക്ക്, ആൾക്കാരൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നു. അവിടെ നിന്ന് തിന്നാനൊന്നും സ്ഥലമില്ല. അങ്ങനെ നമ്മൾ 2 ബിരിയാണിയും വാങ്ങി ഓളെ ബേക്കറിയിൽ പോയിരുന്ന് ആടെ നിന്ന് തിന്നിട്ടോ. വടക്കല പീടിയയിലെ പണിക്കാരും മണിയേട്ടനും ബിജുവേട്ടനും എല്ലാവരും ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടേ. നമുക്ക് ഉച്ചക്ക് പോയ സമയത്ത് അങ്ങോട്ട് കയറാനേ പറ്റിക്കില്ല. അന്നേരം പിന്നെ വൈകുന്നേരം ഒന്നുകൂടി പോയതാ. എന്തായാലും ജയശേട്ടന് ഭക്ഷണം കഴിക്കണേനു. അന്നേരം പിന്നെ ഞാനും കൂടെ പോയി ഞാനൊരു ചായയും പല്ലടയും ഒക്കെ തിന്നിട്ടോ. ആടെയുള്ള എല്ലാവരും കൂടി അയ്യൊരു സുഖമില്ലാത്ത ഏട്ടന് വേണ്ടിയിട്ട് ഇങ്ങനെയും ചെയ്യുന്ന കാണുമല്ലേ ഒരുപാട് സന്തോഷം. എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ നാളെ പിറ്റേന്ന് നമ്മൾ ഈ ഒരു അവസ്ഥയിലൊക്കെ കൂടി കടന്നു പോകുന്നേരോ നമ്മളെയും സപ്പോർട്ട് ചെയ്യാനും ഇവരൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവൂലേ എന്നുള്ളൊരു സമാധാനം കൂടി ഉണ്ട് കേട്ടോ ഉള്ളിൽ. എന്തായാലും ഇവരൊക്കെ കൂടി ചെയ്യുന്ന ഈ വലിയൊരു പുണ്യപ്രവൃത്തിയിൽ ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ.